എന്നാൽ ഒരാൾ സ്വന്തം മനസ്സിനെ ആത്മനിയന്ത്രണത്തോടെ പിടിച്ചടക്കി അയാൾ വളരെ കൺട്രോളായിട്ട് നല്ല രീതിയിൽ ജീവിക്കുന്നെങ്കിൽ പട്ടണം പിടിച്ചിട്ട് സ്വഭാവ ഗുണമേന്മ ഇല്ലാത്ത വ്യക്തിയേക്കാൾ സ്വയമായി ആത്മനിയന്ത്രണമുള്ളവനാണ് ശ്രേഷ്ഠൻ. ബ്ലെസ്സിങ് ടുഡേയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരിക്കൽ കൂടെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. നമ്മൾ പണ്ടൊക്കെ സോഷ്യൽ സ്റ്റഡീസിൻ്റെ ക്ലാസ്സൊക്കെ പഠിച്ച സമയത്ത് നമ്മൾ ഭൂമിയെക്കുറിച്ച് പഠിക്കുമ്പോൾ ഭൂമിക്കൊരു അച്ചുതണ്ടുണ്ടെന്നും ആ അച്ചുതണ്ടിൽ 23 ഡിഗ്രി ഇങ്ങനെ ചരിഞ്ഞാണ് ഭൂമി നിൽക്കുന്നതെന്നും അങ്ങനെ ഭൂമി ചരിഞ്ഞ് നിൽക്കുന്നതുകൊണ്ടാണ് കാലാവസ്ഥകളെല്ലാം കൃത്യമായ രീതിയിലാകുന്നത്, അല്ലെങ്കിൽ ഇന്ന് നോർമലായിട്ട് കാലാവസ്ഥയുള്ള സ്ഥലങ്ങളെല്ലാം തണുത്തുറഞ്ഞു പോകുമായിരുന്നു എന്നൊക്കെ നമ്മൾ ചെറുപ്പത്തിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുപോലൊരു അച്ചുതണ്ട് പോലെ ഒരു സാങ്കല്പിക അച്ചുതണ്ടാണ്, ഒരു ചരിവാണത് സത്യത്തിൽ. ആ ഒരു ചരിവിൽ നിൽക്കുന്നത് കൊണ്ടാണ് ഭൂമിയിൽ പല കാര്യങ്ങളും സന്തുലിതമായിട്ട് പോകുന്നത് എന്നാണ് ശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ഓർക്കുകയാണ്, നിങ്ങളുടെയൊക്കെ ജീവിതത്തിൽ ഇതുപോലെ ചില മേഖലകളിലൊക്കെ ചെറിയൊരു ചരിവോ ചെറിയൊരു ചായ്വോ ഒക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കാം. പലതും നേരെയാകാതെ നിൽക്കുന്നത് നമ്മൾ ചിന്തിക്കുമ്പോൾ അയ്യോ ഇത് വലിയ പ്രശ്നമാണല്ലോ എന്ന് ചിന്തിക്കും. പക്ഷേ അതൊരു പ്രശ്നമല്ല. അവിടെ നിൽക്കുവാനുള്ള പ്രത്യേകമായിട്ടുള്ള കൃപയും അതുപോലെ തന്നെ പ്രത്യേകമായിട്ടുള്ള അനുഗ്രഹങ്ങളും ഒക്കെ കർത്താവ് നിങ്ങൾക്ക് നൽകിയിട്ടുണ്ട്. ചില സമയത്ത് നമ്മൾ ചിന്തിക്കുന്ന പോലെ ആയിരിക്കില്ല കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. പക്ഷെ അങ്ങനെ ആയിരിക്കാത്തത് കൊണ്ട് ദൈവത്തിൻ്റെ പ്രവൃത്തികളും ദൈവത്തിൻ്റെ പദ്ധതികളും അതതിൻ്റെ സമയത്ത് അത് പൂർത്തിയാക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. എത്ര പേർക്ക് എന്താ പറയുക, ഒരു വിശ്വാസത്തിൻ്റെ ഹല്ലേലൂയ പറയാൻ സാധിക്കും. ഇവിടെയാണ് നമുക്ക് വിശ്വാസം വേണ്ടത്. നമ്മൾ ചിന്തിക്കുന്നതിനേക്കാൾ, നമ്മൾ ആഗ്രഹിക്കുന്നതിനേക്കാൾ അപ്പുറം ദൈവത്തിന് പദ്ധതികളുണ്ട് എന്ന് വിശ്വസിക്കുന്നിടത്ത് നമുക്ക് വേണ്ടിയിട്ടുള്ള ദൈവ പദ്ധതികൾ എന്താ പറയുക അണപൊട്ടി ഒഴുകുവാനായിട്ട് തുടങ്ങും. കർത്താവ് നിങ്ങളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഇന്നത്തെ നമ്മുടെ ഒരു കോ സ്പോൺസർ പാട്നയിൽ നിന്ന് വിജു സുരേഷാണ്. താങ്ക് യു. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. മെയ് 25 വിജു സുരേഷിൻ്റെ ജന്മദിനമാണ്. അഡ്വാൻസ് ഹാപ്പി ബർത്ത്ഡേ. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. മൂത്ത മകൻ ഭരതിന് ജോലി ലഭിച്ചതിൻ്റെ നന്ദി സൂചകമായിട്ടും കൂടിയാണ് ഇത് സമർപ്പിച്ചിരിക്കുന്നത്. താങ്ക് യു ആൻഡ് കൺഗ്രാജുലേഷൻസ്. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്താവ് ഞങ്ങൾ ഭരതിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഒപ്പം ഇളയ മകന് നീറ്റ് എക്സാമിൽ ഉന്നത റാങ്ക് പാസ്സാകുവാൻ, എല്ലാവർക്കും കുടുംബത്തിൽ ദൈവിക ആരോഗ്യമുണ്ടാകുവാൻ, വിജുവിൻ്റെ ബൈപ്പോളാർ ഡിസോർഡർ മാറുവാൻ സ്വർഗത്തിലെ കർത്താവെ അങ്ങയുടെ കൃപ നൽകി അങ്ങ് പ്രവർത്തിക്കണമേ, അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് പ്രാർത്ഥന കേട്ടതിനായിട്ട് നന്ദി പറയുന്നു, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. തുടർന്ന് ഇന്നത്തെ നമ്മുടെ ദ ഗ്യാതറിംഗ് മീറ്റിംഗ് നമുക്കറിയാം തിരുവനന്തപുരത്ത് വെച്ചിട്ടാണ് നടക്കുന്നത്. നാളെ നമുക്ക് അതുപോലെ തന്നെ ഞായറാഴ്ച രാവിലെ 10 മണിക്ക് തിരുവനന്തപുരത്തുള്ള ആരാധനയിൽ പ്രത്യേകിച്ച് നെഹമായ ഡാമിൽ ശുശ്രൂഷിക്കുന്നുണ്ട്. മറ്റുള്ള നമ്മുടെ എല്ലാ ബ്ലെസ്സിങ് ടുഡേ സഭകളും നാളെ രാവിലെ 10 മണിക്ക് ആരാധനയുണ്ട്. കൊച്ചിയിൽ ഇംഗ്ലീഷിലും ഹിന്ദിയിലും മലയാളത്തിലും ഒക്കെയുള്ള ആരാധനയുണ്ട്. പ്രത്യേകിച്ച് ഈ ഞായറാഴ്ച കൊച്ചിയിൽ ഒന്ന് നാളെ പ്രത്യേകിച്ചുള്ളൊരു മെഡിക്കൽ ക്യാമ്പും മറ്റ് കാര്യങ്ങളൊക്കെ ആയിട്ട് ഒത്തിരി സന്നാഹം, ലീയുടെ ആഭിമുഖ്യത്തിലുള്ള ഒത്തിരി സന്നദ്ധ സേവാ പ്രവർത്തനങ്ങളൊക്കെ നടക്കുകയാണ്. നേരിട്ട് വരിക, അനുഗ്രഹങ്ങൾ പ്രാപിക്കുക. കർത്താവ് ധാരാളമായിട്ട് എല്ലാവരും അനുഗ്രഹിക്കട്ടെ. വേഗത്തിൽ ഇന്നത്തെ സന്ദേശത്തിലേക്ക് കിടക്കാം. വെൽക്കം ബാക്ക്. ഇന്ന് മെയ് 23 സാറ്റർഡേ. ഇന്ന് ഞാനിങ്ങനെ വിശ്വസിക്കുവാണ്, ഈ ആഴ്ചയുടെ ലാസ്റ്റ് ഡേ ആണല്ലോ. ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം ഉള്ള പോഡ്കാസ്റ്റിൽ മൺഡേ തുടങ്ങി ഇങ്ങോട്ട് പലതും എനിക്കറിയാം പരിശുദ്ധാത്മാവ് വളരെ ക്ലിയറായി നമ്മുടെ ജീവിതങ്ങളോട് തൻ്റെ വചനത്തിലൂടെ സംസാരിച്ചു. ഇന്നും സംസാരിക്കാൻ പോവുക. നിങ്ങളുടെ ഡിവോഷണൽ ഡയറി എടുക്കുക, അതിൽ മെയ് 23 എന്ന പേജ് എടുക്കുക, ശനിയാഴ്ചയിലെ പേജ് എടുക്കുക, അതിലെ ഫോക്കസ് വേർഡ് നോക്കുക, ടെറിറ്ററി ആൻഡ് ഇൻഫ്ലുവൻസ്, അതിരുകളും സ്വാധീനവും. എല്ലാവരും ചെയ്യേണ്ടത്, ഇപ്പോൾ ലൈവായി കാണുന്നവരും ഇതിന് ശേഷം കാണുന്നവരും കമൻറ്റ് സെക്ഷനിൽ, ലൈവ് ചാറ്റിലല്ല കമൻറ്റ് സെക്ഷനിൽ ടെറിറ്ററി ആൻഡ് ഇൻഫ്ലുവൻസ്, അതിരുകളും സ്വാധീനവും എന്ന് ടൈപ്പ് ചെയ്യുക. അതിരുകളും സ്വാധീനവും, അതാണ് നിങ്ങളുടെ അറ്റൻഡൻസ്, ഓൺലൈൻ അറ്റൻഡൻസ്. ഫേസ്ബുക്കിലും അതുപോലെ യൂട്യൂബിലും ഒക്കെ കാണുന്നവർ അത് ചെയ്യുക. ഇനി സ്പോട്ടിഫൈയിലും മറ്റുള്ള ഓഡിയോ പോഡ്കാസ്റ്റ് പ്ലാറ്റ്ഫോമുകളിലും കാണുന്നവർക്ക് അതിനുള്ള സാധ്യതയില്ല, പക്ഷേ കേൾക്കുക. ഇന്നത്തെ ഫോക്കസ് വേഴ്സ് നോക്കാമോ? ഡ്യൂട്രോണമി 28 verse 13. ആവർത്തന പുസ്തകം 28:13. The Lord will make you
ദ ഹെഡ് ആൻഡ് നോട്ട് ദ ടെയിൽ. ദൈവം നിന്നെ വാലല്ല തലയാക്കി മാറ്റും. ദൈവം നിന്നെ വാലല്ല തലയാക്കി മാറ്റും. അതൊന്ന് നിങ്ങളുടെ മൊബൈൽ ആപ്പിൽ നിന്നും അങ്ങനെ ഉപയോഗിക്കുന്നവർ കോപ്പി ചെയ്ത് കമൻറ്റ് സെക്ഷനിൽ ഇട്ട് കൊടുക്കുക. ഡെക്ലറേഷൻ നോക്കുക. ഗോഡ് എക്സ്പാൻസ് മൈ ടെറിട്ടറി ആൻഡ് ഇൻഫ്ലുവൻസ്. ഐ ക്യാരി ഹിസ് അതോറിറ്റി വെറെവർ ഐ ഗോ. ദൈവം എൻ്റെ അതിരുകളും സ്വാധീനവും വിശാലമാക്കുന്നു. ഞാൻ അവൻ്റെ അധികാരം എവിടെയെല്ലാം പോകുമോ അവിടെയെല്ലാം ഞാൻ അവൻ്റെ അധികാരത്തെ വഹിക്കുന്നു. ബൈബിൾ റീഡിംഗ് പ്ലാൻ അതേ പേജിൽ നിങ്ങൾക്ക് കാണാം. അത് വായിക്കുകയും അതിൻ്റെ സമീപത്തുള്ള ആ ബോക്സ് ടിക്കുകയും ചെയ്യുക. ഈ പുസ്തകത്തിലെ കാര്യം പറയുന്നത് ഡിവോഷൻ ഡയറിയിൽ. ഇനി തുടർന്നുള്ള സമയത്ത് ടെറിട്ടറി ആൻഡ് ഇൻഫ്ലുവൻസിനെ കുറിച്ച്, അതിരുകളും സ്വാധീനവും എന്നതിനെക്കുറിച്ച് 4 കാര്യങ്ങൾ ഞാൻ പറയുന്നത് നിങ്ങൾ ഡയറിയിൽ കുറിച്ച് വയ്ക്കുക. അതോടൊപ്പം തന്നെ മിടുക്കന്മാരും മിടുക്കികളും നമ്മുടെ കമൻറ്റ് സെക്ഷനിൽ ടൈപ്പ് ചെയ്ത് ഇടുകയും വേണം. ഒരു പക്ഷേ എഴുതി കഴിഞ്ഞ ശേഷം പിന്നീട് ടൈപ്പ് ചെയ്തിട്ടാലും മതി. അതിൽ 4 കാര്യങ്ങളിലൊന്ന്, ഗോഡ് ലിവ്സ് പീപ്പിൾ ഫോർ പേർപ്പസ് നോട്ട് പ്രൈഡ്. ദൈവം ജനങ്ങളെ ഉയർത്തുന്നത് തൻ്റെ ഉദ്ദേശത്തിന് വേണ്ടിയാണ്, അഹങ്കരിക്കാൻ വേണ്ടിയിട്ടല്ല. നമ്മുടെ ജീവിതത്തിൽ കർത്താവ് വിശാലത നൽകുന്നത്, ഉയർച്ച നൽകുന്നത് ഒരിക്കലും അഹങ്കരിക്കാൻ വേണ്ടിയിട്ടല്ല, തൻ്റെ ഉദ്ദേശങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. അടിസ്ഥാനപരമായി ഇത് നമ്മൾ മനസ്സിലാക്കണം. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഉയർച്ചയോ വിശാലതയോ വരുമ്പോൾ നമ്മുടെ അകത്ത് അഹങ്കാരം വരാം. ഞാൻ മറ്റുള്ളവരെക്കാൾ ഉയരത്തിലെത്തി, ഞാൻ മറ്റുള്ളവരെക്കാൾ സ്വാധീനം എനിക്കുണ്ട്, ഫ്രണ്ട് സർക്കിൾ എനിക്കുണ്ട്, അല്ലെങ്കിൽ സാമ്പത്തികം എനിക്കുണ്ട്, അധികാരം എനിക്കുണ്ട്, മറ്റുള്ളവരെക്കാളൊക്കെ ഞാൻ മുകളിലാണ് എന്നൊക്കെ ഇങ്ങനെയുള്ള ചിന്തകൾ അഹങ്കാരമായിട്ട് ആരുടെയും ഉള്ളിൽ വരാം. മനുഷ്യരല്ലേ. എന്നാൽ അതിനു വേണ്ടിയല്ല, അഹങ്കരിക്കുവാൻ വേണ്ടിയിട്ടല്ല, മറ്റുള്ളവരുടെ ജീവിതത്തെ അനുഗ്രഹിക്കുവാൻ വേണ്ടിയിട്ടാണ് ദൈവം ചിലരെ ഉയർത്തുന്നത്. അവിടെ തന്നെ നോക്കുക, ദ ലോർഡ് വിൽ മേക്ക് യു ദ ഹെഡ് ആൻഡ് നോട്ട് ദ ടെയിൽ. ദൈവം നിങ്ങളെ വാലല്ല തലയാക്കി മാറ്റും എന്നവിടെ പറഞ്ഞിട്ടുണ്ട്. ബിബ്ലിക്കൽ എലിവേഷൻ ഈസ് നോട്ട് അബൌട്ട് ഈഗോ. വേദപുസ്തകം അനുസരിച്ച് ഒരാളെ ദൈവം ഉയർത്തുന്നത് അയാളുടെ ഈഗോയ്ക്ക്, അഹംഭാവത്തിന് വേണ്ടിയിട്ടല്ല, ഞാനെന്ന ഭാവം ഉണ്ടാകാൻ വേണ്ടിയിട്ടല്ല ദൈവം ഉയർത്തുന്നത്. ഇറ്റ്സ് അബൌട്ട് റെസ്പോൺസിബിലിറ്റി, സ്റ്റിവാർഡ്ഷിപ്പ് ആൻഡ് കിങ്ഡം ഇമ്പാക്റ്റ്. പിന്നെ എന്തിനു വേണ്ടിയിട്ടാണ്? ഉത്തരവാദിത്വം, അതുപോലെ കാര്യവിചാരകത്വം, ദൈവരാജ്യത്തിൻ്റെ സ്വാധീനം, ഇതൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ദൈവം ഒരാളെ ഉയർത്തുന്നത്. ആ ഒരു വ്യക്തിക്ക് വേണ്ടി മാത്രം ആരെയും ദൈവം ഉയർത്തുന്നില്ല. ഒന്നുകൂടെ, ഒരു വ്യക്തിക്ക് വേണ്ടി മാത്രം ആരെയും ദൈവം ഉയർത്തുന്നില്ല. വിശ്വസിക്കുന്നില്ല നിങ്ങൾ? എന്നെ ഒന്ന് ശരിക്കും നോക്ക്. ഒരു വ്യക്തിക്ക് വേണ്ടി മാത്രമായി ദൈവം ആരെയും ഉയർത്തുന്നില്ല. ഒരാൾക്ക് വേണ്ടി മാത്രം അയാളെ ഉയർത്തുന്നില്ല. അയാൾ ഉയർന്നാൽ അനേകർക്ക് അനുഗ്രഹം, അനേകരുടെ ഉയർച്ച ഉണ്ടാകും. ചില വചനങ്ങളിലൂടെ അത് തെളിയിക്കാം. ഉൽപ്പത്തി പുസ്തകം 41:41 ജോസഫ് വാസ് പ്ലേസ്ഡ് ഓവർ ഈജിപ്റ്റ് ടു പ്രിസർവ് ലൈവ്സ്. യോസഫിനെ ദൈവം ഉയർത്തി ആർക്ക് എത്തിപ്പിടിക്കാൻ കഴിയാത്ത ഉയരങ്ങളിൽ എത്തിച്ചത് എന്തിനു വേണ്ടിയായിരുന്നു? ഒത്തിരി പേരുടെ ജീവൻ രക്ഷിക്കാൻ, പട്ടിണി മരണം ഒഴിവാക്കാൻ വേണ്ടി. അല്ലെങ്കിൽ ഈ ജോസഫ് അന്ന് ഉയർത്തപ്പെട്ടില്ലായിരുന്നെങ്കിൽ ആ നാട്ടിലും അയൽ നാടുകളിലും അയൽ രാജ്യങ്ങളിലും ജനലക്ഷങ്ങൾ മരിച്ചേനെ. കാരണം ആരുടെയും കയ്യിൽ ധാന്യമില്ല, ഭക്ഷണമില്ല. ഒരൊറ്റ വ്യക്തിയെ ഉയർത്തിയ നിമിത്തം എല്ലാവർക്കും ഭക്ഷണം കിട്ടി. അപ്പോൾ നിങ്ങളെ ദൈവം ഉയർത്തുമ്പോൾ, എന്നെ ദൈവം ഉയർത്തുമ്പോൾ അതിലൂടെ ഒത്തിരി പേർ അനുഗ്രഹിക്കപ്പെടണം. മത്തായി 5:14 യു ആർ ദ ലൈറ്റ് ഓഫ് ദ വേൾഡ്. നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകും. സദൃശവാക്യങ്ങൾ 29:2 വെൻ ദ റൈച്ചസ് ത്രൈവ് ദ പീപ്പിൾ റിജോയ്സ്. നീതിമാന്മാർ അഭിവൃദ്ധി പ്രാപിക്കുമ്പോൾ, അല്ലെങ്കിൽ വളരുമ്പോൾ ജനങ്ങൾ സന്തോഷിക്കുന്നു. വെൻ ഗോഡ് റൈസസ് യു ഹി ഇൻറ്റൻസ് ബ്ലെസ്സിങ് ടു ഫ്ലോ ത്രൂ യു. അപ്പോൾ ദൈവം നിങ്ങളെ ഉയർത്തുമ്പോൾ
തൻ്റെ അനുഗ്രഹം നിങ്ങളിലൂടെ മറ്റുള്ളവരിലേക്ക് ഒഴുകുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഇപ്പോൾ ഞാൻ ഈ ഉദാഹരണം അനേക പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. മറ്റൊരു ആംഗിളിൽ ഞാൻ പറയുക, കടൽ തീരത്ത് ഒരു വലിയ ലൈറ്റ് ഹൗസ് നിൽക്കുമ്പോൾ ആ ലൈറ്റ് ഹൗസ് മറ്റുള്ള എല്ലാ കെട്ടിടങ്ങളെക്കാളൊക്കെ ഉയരത്തിൽ ഞാനാണ് വലിയ പുള്ളി എന്ന് പറഞ്ഞുകൊണ്ടല്ല അവിടെ നിൽക്കുന്നത്. ആ ലൈറ്റ് ഹൗസ് ഉയർത്തപ്പെട്ടിരിക്കുന്നത് വഴിതെറ്റിപ്പോകാതെ നിരവധി 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 കപ്പലുകളെ ആ പോർട്ടിലേക്ക്, ആ തുറമുഖത്തേക്ക് ഗൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, അവരുടെ ഡയറക്ഷൻ വേണ്ടിയിട്ടാണ്, അവരെ വീടണയാൻ വേണ്ടി സഹായിക്കാൻ വേണ്ടിയാണ് അവിടെ നിൽക്കുന്നത്. അതല്ലാതെ എല്ലാവരേക്കാളും ഞാനാണ് വലിയ പുള്ളി എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കാൻ വേണ്ടിയിട്ടല്ല ലൈറ്റ് ഹൗസിനെ ഉയർത്തിയിരിക്കുന്നത്. ഇതുപോലെ നമ്മിൽ ആരെയെങ്കിലും ദൈവം മറ്റുള്ളവരേക്കാൾ, അതായത് ഹെഡ്ഷിപ്പിലേക്ക്, വാലല്ല തലയാക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഉയർത്തിയാൽ എൻ്റെ അർത്ഥം എന്താണ്? അനേകർക്ക് ഞാൻ പ്രകാശം കൊടുക്കും. അതുകൊണ്ടാണ് നമ്മൾ നേരത്തെ വായിച്ചത്, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു. ഇപ്പോൾ ഒരു തിരി കത്തിച്ച് അല്ലെങ്കിൽ ഒരു വിളക്ക് തണ്ടിന്മേൽ ഒരു വീട്ടിലിരുന്നാൽ വീട്ടിലുള്ളവർക്കെല്ലാം വെളിച്ചം ഉണ്ടാകും. എന്നാൽ ഒരു പ്രകാശഗോപുരം അഥവാ ലൈറ്റ് ഹൗസ് ഉയർന്നു കഴിയുമ്പോൾ ദൂരെ നിന്ന് വരുന്ന കപ്പലുകൾക്ക് പോലും അതൊരു മാർഗനിർദ്ദേശമായി മാറുകയാണ്. നമ്പർ 2, ടെറിറ്ററി മസ്റ്റ് ഫസ്റ്റ് ബി വൺ ഇൻറ്റേർണലി. അതിരുകൾ ആദ്യം ആന്തരികമായി കീഴടക്കണം. അതിരുകളെ കീഴടക്കേണ്ടത് ആദ്യം ആന്തരികമായിട്ടാണ്. എഴുതുക, ബിഫോർ എക്സ്റ്റേണൽ എക്സ്പാൻഷൻ കംസ് ഇൻറ്റേർണൽ മാസ്റ്ററി. കാരണം പുറമേയുള്ള വിശാലത വരുന്നതിന് മുമ്പ് ആന്തരികമായ ചിലതിനെ കീഴടക്കേണ്ടതുണ്ട്. ഇഫ് എ പേഴ്സൺ കനോട്ട് ഗവേൺ ആറ്റിറ്റ്യൂഡ്സ് ആൻഡ് ഹാബിറ്റ്സ്, വൈഡർ ടെറിറ്ററി ബിക്കംസ് ഡേഞ്ചറസ്. ഇപ്പോൾ ഒരാളുടെ ക്യാരക്ടർ ശരിയാകുന്നില്ലെന്നിരിക്കട്ടെ, ഒരാളുടെ ക്യാരക്ടർ ശരിയാണ്, അയാളുടെ നിലപാടുകൾ, അയാളുടെ മനോഭാവങ്ങൾ, അയാളുടെ എന്താണ് പറയേണ്ടത്, ഈ അയാളുടെ സ്വഭാവശീലങ്ങൾ, ഇതിനൊക്കെ അയാൾക്ക് നിയന്ത്രിക്കാൻ കഴിയുന്നില്ലെങ്കിൽ ഒരു വലിയ വിശാലത വന്നാൽ അത് അപകടം പിടിച്ചതായിട്ട് മാറും. ബ്ലെസ്സിങ് വിത്ത് ക്യാരക്ടർ ഇസ് ഡേഞ്ചറസ്. ഒരാൾക്ക് വലിയ അനുഗ്രഹം കിട്ടി, പക്ഷേ അയാളുടെ സ്വഭാവം ശരിയായിട്ടില്ലെങ്കിൽ വളരെ അപകടം പിടിച്ചതായിട്ട് അത് മാറാം. ഉദാഹരണത്തിന്, ഒരാൾക്ക് പെട്ടെന്ന് ലോട്ടറി അടിച്ചു, 10 കോടി രൂപ കയ്യിൽ വന്നു, ടാക്സൊക്കെ പോയി കഴിഞ്ഞിട്ട് ബാക്കി കോടി തൻ്റെ കയ്യിലുണ്ട്. താൻ മദ്യപാനിയും അനാവശ്യമായ സകലവും ചെയ്യുന്നൊരു മനുഷ്യനാണെങ്കിൽ തൻ്റെ കയ്യിൽ ലഭിച്ച ഈ ബമ്പർ ലോട്ടറിയുടെ ഈ കോടികൾ കൊണ്ട് അയാൾ എന്തു ചെയ്യും? എന്തെങ്കിലും നല്ലത് ചെയ്യുമെന്ന് തോന്നുന്നുണ്ടോ? അയാൾ മദ്യപിച്ച് കുറേ തീർക്കും, വേണ്ടാത്ത എല്ലാത്തിനും പോവും. ചിലപ്പോൾ ചില വാടക കൊലയാളികളെ കയ്യിലെടുത്ത് തനിക്കിഷ്ടമില്ലാത്ത എല്ലാവരെയും കൊല്ലിക്കും, അല്ലെങ്കിൽ താൻ തന്നെ തോക്ക് വാങ്ങിച്ച പലതും ചെയ്യും. സമ്പത്ത് കയ്യിൽ വരുന്ന പലരും ഇതൊക്കെയല്ലേ ചെയ്യുന്നത്. നല്ല ജനനന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കേണ്ടതിന് പകരം ഇവരൊക്കെ പല രീതിയിൽ സമൂഹത്തിൽ വളരെ അപകടകാരികളായ പലതും ഇവർ ചെയ്തു കൂട്ടും. സദൃശവാക്യങ്ങൾ 16:32 ബെറ്റർ വൺ ഹു റൂൾസ് ദ സ്പിരിറ്റ് ദാൻ വൺ ഹു ക്യാപ്ചേഴ്സ് എ സിറ്റി. ഒരു വലിയ പട്ടണത്തെ പിടിച്ചെടുക്കുന്നവനേക്കാൾ സ്വന്തം ആത്മാവിനെ, സ്വന്തം മനസ്സിനെ നിയന്ത്രിക്കുന്നവനാണ് ശ്രേഷ്ഠൻ. ഒരു പട്ടണം പിടിക്കുന്നൊരു വ്യക്തി, പക്ഷേ അയാൾ ക്രൂരനും സ്വഭാവത്തിൽ ഒരു ക്വാളിറ്റിയും ഇല്ലാത്തവനാണെന്നിരിക്കട്ടെ, അയാളൊരു പട്ടണം പിടിച്ചു, ലോകം മുഴുവൻ അറിഞ്ഞു, സംഭവങ്ങളൊക്കെ ഉണ്ട്, പക്ഷേ സ്വന്തം ചിന്തകളെ നിയന്ത്രിക്കാൻ, സ്വന്തം മനസ്സിനെ പിടിച്ചടക്കാൻ അയാൾക്ക് പറ്റുന്നില്ലെങ്കിലോ അയാൾ പോയില്ലേ. എന്നാൽ ഒരാൾ സ്വന്തം മനസ്സിനെ ആത്മനിയന്ത്രണത്തോടെ പിടിച്ചടക്കി അയാൾ വളരെ കൺട്രോളായിട്ട് നല്ല രീതിയിൽ ജീവിക്കുന്നെങ്കിൽ പട്ടണം പിടിച്ചിട്ട് സ്വഭാവ ഗുണമേന്മ ഇല്ലാത്ത വ്യക്തിയേക്കാൾ സ്വയമായി ആത്മനിയന്ത്രണമുള്ളവനാണ് ശ്രേഷ്ഠൻ എന്നാണ് ഈ പറഞ്ഞത്. ഞാനതിനെ ഒറ്റ സെൻറ്റൻസിൽ ഇങ്ങനെ പറയാം: പ്രൈവറ്റ് ഡിസിപ്ലിൻ പ്രിപ്പേഴ്സ് പബ്ലിക് ഇൻഫ്ലുവൻസ്. സ്വകാര്യതയിലെ അച്ചടക്കമാണ് പൊതുവിലുള്ള സ്വാധീനത്തിനായി നമ്മെ തയ്യാറാക്കുന്നത്. ചുരുക്കി പറഞ്ഞാൽ ഇൻറ്റേർണലി ഞാൻ എന്നെ തന്നെ, അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, മറ്റുള്ളവരോട് പ്രസംഗിച്ച ശേഷം ഞാൻ തന്നെ കൊള്ളരുതാത്തവനായി പോകാതിരിക്കേണ്ടതിന് ഞാൻ എന്നെ തന്നെ തല്ലി
അല്ലെങ്കിൽ ദണ്ണിപ്പിച്ച് അടിമയാക്കുന്നു. എന്ന് വെച്ചാൽ താൻ തന്നെ സെൽഫ് ഡിസിപ്ലിൻ ചെയ്തു എന്നാണ് അതിൻ്റെ അർത്ഥം. ഒരു റേസ് കോഴ്സിലേക്ക് ഒരു പന്തയക്കുതിരയെ കൊണ്ടുപോകുന്നതിന് മുമ്പ് അതിൻ്റെ ഓണർ, അതിൻ്റെ റൈഡർ അതിനെ ശരിക്കും ബ്രേക്കിംഗ് ദ ഹോഴ്സ് എന്ന് പറയുന്നത് പോലെ ആ കുതിരയെ ഒന്ന് ഇണക്കി മെരുക്കി കടിഞ്ഞാണിട്ട് പിടിക്കുവാൻ നിരവധി ട്രെയിനിങ് പ്രോസസ്സിലൂടെ കൊണ്ടുപോകും. എങ്കിൽ മാത്രമേ പബ്ലിക്കിൽ അതിനെ പ്രസൻറ്റ് ചെയ്യാൻ പറ്റൂ ഒരു കുതിരയെ. ഇല്ലെങ്കിൽ ആ കുതിര എവിടെയെല്ലാം ചാടി കുതിച്ച് കയറി എന്തെല്ലാം നാശനഷ്ടങ്ങൾ ഉണ്ടാക്കുമെന്ന് പറയാൻ പറ്റില്ല. മാത്രമല്ല ഈ റൈഡറെ തന്നെ ഒരുപക്ഷെ താഴെയിട്ട് കൊന്നുകളയും. സോ അൺട്രെയിൻഡ് പവർ ക്യാൻ ത്രോ ദ റൈഡർ. അപ്പോൾ ഈ കുതിരയുടെ ശക്തി പരിശീലിപ്പിച്ച് നിയന്ത്രണത്തിൽ കൊണ്ടുവരുന്നില്ലെങ്കിൽ സവാരിക്കാരനെ തന്നെ അത് തെറിപ്പിച്ച് കളയും. മാസ്റ്ററി വിത്തിൻ പ്രിപ്പേഴ്സ് അതോറിറ്റി വിത്തൗട്ട്. അകത്തുള്ള ഒരു കീഴടക്കലാണ് പുറത്തുള്ള അധികാരത്തിനായി നമ്മെ തയ്യാറാക്കുന്നത്. നമ്മുടെ അകത്ത് മനസ്സിനെ നിയന്ത്രിക്കാൻ കഴിഞ്ഞെങ്കിൽ മാത്രമേ പുറത്ത് ചില അധികാരങ്ങൾ എന്ന് വെച്ചാൽ തലയായിട്ടൊക്കെ ഇരിക്കാൻ പറ്റൂ. നമ്പർ 3, ഇൻഫ്ലുവൻസ് ഗ്രോസ് ത്രൂ വിസ്ഡം ആൻഡ് കൺസിസ്റ്റൻസി. സ്വാധീനം വളരുന്നത് ജ്ഞാനത്തിലൂടെയും സ്ഥിരതയിലൂടെയുമാണ്. ലാസ്റ്റിംഗ് ഇൻഫ്ലുവൻസ് ഇസ് റെയർലി സഡൻ. നിലനിൽക്കുന്ന ഒരു സ്വാധീനവും പൊടുന്നനെയുള്ളതല്ല. ഈ ലോഞ്ചവിറ്റിയുള്ള എല്ലാം കുറേശ്ശെ ബിൽഡ് ചെയ്ത് വരുന്നതാണ്. അങ്ങനെയാണ് സാധാരണ. ഇറ്റ് ഈസ് ബിൽഡ് ത്രൂ റിപ്പീറ്റഡ് ട്രസ്റ്റ് വർത്തിനെസ്. ആവർത്തിച്ചുള്ള വിശ്വസനീയമായ പല ആക്ഷൻസിലൂടെ, പ്രവർത്തനങ്ങളിലൂടെയാണ് അത് വളർന്ന്, അതായത് നിലനിൽക്കുന്ന സ്വാധീനം വളർന്ന് പന്തലിക്കുന്നത്. ഡാനിയൽ ഗെയിൻഡ് ഇൻഫ്ലുവൻസ് ത്രൂ എക്സലൻസ്. ഡാനിയലിന് ഭയങ്കരമായൊരു ഇൻഫ്ലുവൻസ് ഉണ്ടായി. ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ ഡാനിയൽ 3, 4, 5 രാജാക്കന്മാർ, എത്രയാണെന്ന് കൃത്യം ഞാൻ ഓർക്കുന്നില്ല, പല രാജാക്കന്മാരുടെ കാലഘട്ടത്തിൽ ഭരണവാഴ്ചയുടെ സമയത്ത് അവരെ സേവിച്ചവനാണ്. പല രാജകീയ ഭരണങ്ങൾ കണ്ടവനാണ്. ഒന്നും മിന്നി മറഞ്ഞു പോവുകയല്ല ചെയ്തത്. അതുപോലെ ജോസഫിൻ്റെ ലൈഫിൽ താൻ ഇൻറ്റഗ്രിറ്റിയിലൂടെ വളർന്നു വന്നു. ദാവീദ് വളരെ വിശ്വസ്തമായ സർവീസിലൂടെ വളർന്നു വന്നു. അതിനുള്ള വചനങ്ങൾ ഞാൻ കുറിച്ച് വെക്കുക. Daniel 6:3. Daniel distinguished himself by exceptional qualities. അതിശ്രേഷ്ഠമായ ചില ഗുണഗണങ്ങളിലൂടെയാണ് ദാനിയേൽ മറ്റുള്ളവരെക്കാൾ വ്യത്യസ്തനായി തന്നെ വെളിപ്പെടുത്തിയത്. സങ്കീർത്തനങ്ങൾ 78-72 ഡേവിഡ് ലെഡ് വിത്ത് ഇൻറ്റഗ്രിറ്റി ആൻഡ് സ്കിൽഫുൾ ഹാൻഡ്സ്. ദാവീദ് വളരെ ഹൃദയപരമാർത്ഥതയോടെയും നൈപുണ്യത്തോടുകൂടെയും താൻ ജനങ്ങളെ നയിച്ചു എന്ന് കാണാം. ജനങ്ങളുടെ ഒരു പ്രത്യേകത ഞാൻ നിങ്ങളോട് പറയട്ടെ. പീപ്പിൾ ഫോളോ റിലയബിലിറ്റി മോർ ദാൻ സ്ലോഗൻസ്. വലിയ മുദ്രാവാക്യം പറഞ്ഞുകൊണ്ട് നടക്കുന്നതിനേക്കാൾ ആളുകൾ അനുഗമിക്കുന്നത് ആരെയായിരിക്കും? വിശ്വസനീയനായ ഒരു ക്യാരക്ടറിനെ ആയിരിക്കും. അമ്പരചുംബിയെപ്പോലെ നിൽക്കുന്നൊരു വൃക്ഷം അവിടെ വരെ എത്തുന്നത് ഒറ്റ രാത്രി കൊണ്ടാണോ? നിരവധി രാത്രികൾ, മാസങ്ങൾ, വർഷങ്ങൾ എടുത്തിട്ടാണ് ഒരു വൃക്ഷം ഉയരങ്ങളിലേക്ക് വളർന്ന് എത്തുന്നത്. ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ നിങ്ങളെ ഞാൻ കാണുന്നത് ഒരു വലിയ പടുവൃക്ഷമായിട്ടാണ്. പിതാവ് നട്ട വൃക്ഷം ഒരിക്കലും പറഞ്ഞു പോവുകയില്ല. കാരണം പിതാവാണ് ഉത്തരവാദി. പിതാവ് വളമിടുകയും വെള്ളമൊഴിക്കുകയും സൂര്യപ്രകാശം നൽകുകയും ചെയ്ത് പരിപാലിച്ച് വളർത്തിക്കൊണ്ടിരിക്കും. പക്ഷെ ഒറ്റയടിക്കല്ല, ഓവർ എ പീരീഡ് ഓഫ് ടൈം, ഓവർ ദ ഇയേഴ്സ്. കൺസിസ്റ്റൻസി ക്രിയേറ്റ്സ് ഷെയ്ഡ് ഫോർ അതേഴ്സ്. സ്ഥിരതയോടുകൂടെ പ്രവർത്തിക്കുന്ന ഒരാൾ മറ്റുള്ളവർക്ക് വേണ്ടിയുള്ള ഒരു തണൽ സൃഷ്ടിക്കുകയാണ്. എന്ന് വെച്ചാൽ സ്ഥിരതയുള്ളൊരു സ്ഥാപനം, സ്ഥിരതയുള്ളൊരു സഭ, നിലനിൽക്കുന്നൊരു ചർച്ച് കമ്മ്യൂണിറ്റി, ഇതെല്ലാം ഒത്തിരി പേർക്ക് വിശ്വസിച്ച് വന്ന് ചേക്കേറാൻ കഴിവുള്ള ഒരു തണൽ മരമായി അതിനെ കാണും. ഒത്തിരി പേര് വന്ന് അഭയം തേടും. എന്നാൽ സ്ഥിരതയില്ലെങ്കിലോ ഇതൊന്നും
സ്ഥിരതയില്ലെങ്കിൽ ഒരു കാരണവശാലും അതിനെ വിശ്വസിക്കുകയില്ല. നമ്പർ 4, എൻലാർജ്ഡ് ടെറിട്ടറി മസ്റ്റ് ക്യാരി കിങ്ഡം വാല്യൂസ്. വിശാലമായ അതിരുകൾ ദൈവരാജ്യത്തിൻ്റെ മൂല്യങ്ങൾ വഹിക്കുന്നതായിരിക്കണം. അതായത് വിശാലത വരുമ്പോൾ ദൈവരാജ്യത്തിൻ്റെ മൂല്യങ്ങൾ അതിനകത്തുണ്ടാകണം. ഞാനതിന് സരളമായ ഭാഷയിൽ പറയാം. ടെറിട്ടറി എന്നിവിടെ പറയുന്നത് അതിരുകൾ വിശാലമാകട്ടെ, അതിരുകൾ വലുതാക്കുക, വിസ്താരമാക്കുക എന്ന് പറയുമ്പോൾ അത് എന്തൊക്കെ വരാം? അതിനകത്ത് അടങ്ങിയിരിക്കുന്നത് കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ. ഇപ്പോൾ 54-ാം അധ്യായം യേശയ്യാവിൽ നമ്മൾ കാണുന്ന കൂടാരത്തിൻ്റെ അത് കയറുകളൊക്കെ അഴിച്ച് വിസ്താരമാക്കാൻ പറയുന്നത് കാരണം മക്കൾ വരുന്നുണ്ടെന്ന് അവിടെ നിന്ന് ഇവിടുന്നൊക്കെ ഒത്തിരി പേര് അകത്തോട്ട് വരാൻ പോവുക. ഞാൻ പറയട്ടെ, വിവാഹം കഴിഞ്ഞു, കുറച്ച് വർഷങ്ങൾ കുഞ്ഞുങ്ങളൊന്നുമില്ല. എൻ്റെ അർത്ഥം അവർ രണ്ടുപേരും മാത്രം കാര്യങ്ങൾ നോക്കിയാൽ മതി. എന്നാൽ 5, 6, 7 വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഒരു കുഞ്ഞുണ്ടായി. ആ കുഞ്ഞിൻ്റെ പേരാണ് റെസ്പോൺസിബിലിറ്റി. ഉത്തരവാദിത്തമായി, വിശാലമായി. ആ കൂടാരത്തിന് കീഴിൽ ഒരു കുഞ്ഞു വന്നു, പക്ഷേ അതൊരു ഉത്തരവാദിത്തമാണ്. അത് കഴിഞ്ഞപ്പോൾ ഒരു കുഞ്ഞു കൂടി 1 വർഷം കഴിഞ്ഞപ്പോൾ ജനിച്ചു. റെസ്പോൺസിബിലിറ്റി നമ്പർ 2, 2ാം ഉത്തരവാദിത്തം വന്നു. അടുത്ത വർഷം ഒരു കുഞ്ഞും കൂടി വന്നു, റെസ്പോൺസിബിലിറ്റി നമ്പർ 3. ഇതിങ്ങനെ 8 കുഞ്ഞുങ്ങളായി, 10 കുഞ്ഞുങ്ങളായി, 12 കുഞ്ഞുങ്ങളായി, 12 റെസ്പോൺസിബിലിറ്റി നമ്പർ 12. ഇതാണ് സംഭവിക്കുന്നത്. അപ്പോൾ ഈ അതിരുകൾ വിശാലമാകുക എന്ന് പറയുമ്പോൾ ശുശ്രൂഷ വിശാലമാകുക, ബിസിനസ് വിശാലമാകുക, അതുപോലെ പുതിയ പുതിയ അവസരങ്ങൾ അവിടെ ഉണ്ടാകുക. എന്നാൽ അവിടെയെല്ലാം വാല്യൂസ് കൂടെ കൂട്ടിക്കൊണ്ടു വരുന്നില്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടായിട്ട് മാറും. ജോഷുവയുടെ പുസ്തകം 1:7 ബി കെയർഫുൾ ടു ഒബേ ദ ലോ. ഇതൊക്കെ വരുമ്പോഴും നീ എന്ത് ചെയ്യണം? ന്യായപ്രമാണത്തെ അനുസരിക്കണം. 1 Corinthians 10:31 ഡു ഓൾ ഫോർ ദ ഗ്ലോറി ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ മഹത്വത്തിനായി എല്ലാം ചെയ്യുക. ഗോഡ് എക്സ്പാൻസ് ദോസ് ഹു ക്യാൻ ക്യാരി ഇൻഫ്ലുവൻസ് വിത്ത് ഹ്യൂമിലിറ്റി. വളരെ താഴ്മയോടുകൂടെ ആ സ്വാധീനത്തെ കൊണ്ടു നടക്കാൻ അവരെയാണ് കർത്താവ് വിശാലമാക്കുന്നത്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുക. അതിനു മുമ്പ് ഈ പറയുന്നത് കേൾക്കുക. ഈ വർധനവുണ്ടാകുമെന്ന് പറയുമ്പോൾ, കുറച്ചുകൂടി കാര്യങ്ങൾ കർത്താവ് കയ്യിലോട്ട് ഏൽപ്പിക്കാൻ പോകുന്നു എന്ന് പറയുമ്പോൾ അതിനെ ഭയപ്പെടരുത്. നെവർ ഫിയർ ഇൻക്രീസ്. വർധനവിനെ ഭയക്കരുത്. പകരം എന്ത് ചെയ്യണം? പ്രിപ്പയർ ഫോർ ഇറ്റ്. അതിനുവേണ്ടി തയ്യാറാകുക. കപ്പാസിറ്റി വർദ്ധിപ്പിക്കുക. ഗ്രോ ഇൻ ക്യാരക്ടർ. സ്വഭാവത്തിൻ്റെ ക്വാളിറ്റി വർദ്ധിപ്പിക്കുക. എങ്ങനെയാണ് സ്വഭാവത്തിൻ്റെ ക്വാളിറ്റി വർദ്ധിപ്പിക്കുന്നത്? ഏറ്റവും സ്വഭാവമുള്ളത് വേറൊരാളെ പോലെ ആകാൻ വേണ്ടിയല്ല ശ്രമിക്കുക. ഏറ്റവും ശ്രദ്ധിക്കേണ്ട അയാളെപ്പോലെ ഇയാളെപ്പോലെ ആകാനല്ല, യേശുവിനെ പോലെ ആകുക. ഏറ്റവും ക്യാരക്ടർ ക്വാളിറ്റി ഉള്ളത് യുവിനാണ്. ഗ്രോ ഇൻ വിസ്ഡം. ജ്ഞാനം വർദ്ധിപ്പിക്കണം. ഗ്രോ ഇൻ ഫെയ്ത്ത്ഫുൾനെസ്. വിശ്വസ്തത വർദ്ധിപ്പിക്കണം. കാരണം ലെറ്റ് ഗോഡ് ഷേപ്പ് യുവർ ഹാർട്ട് ബിഫോർ ഹി എൻലാർജസ് യുവർ റീച്ച്. പുറത്തുള്ള കാര്യങ്ങളൊക്കെ വിശാലമാകുന്നതിന് മുമ്പ് ദൈവം ആദ്യം ഹൃദയത്തെ ഒന്ന് ഷേപ്പ് ചെയ്യാൻ സമ്മതിക്കുക. ഇത് കേൾക്കുന്ന ഈ പോഡ്കാസ്റ്റ് കാണുന്ന എല്ലാവരോടും കണ്ണിലേക്ക് നോക്കി ഞാൻ പറയാം, നിങ്ങളെ കർത്താവ്, നിങ്ങളുടെ അതിരുകളെ വിശാലമാക്കി കർത്താവ് സ്വാധീനത്തെ വർദ്ധിപ്പിക്കാൻ പോവുകയാണ് നിങ്ങൾ വിശ്വസിക്കുമെങ്കിൽ. അപ്പോൾ അതിൻ്റെ അർത്ഥം കൂടുതൽ റെസ്പോൺസിബിലിറ്റി എടുക്കേണ്ടി വരും, മറ്റുള്ളവരെ ലീഡ് ചെയ്യേണ്ടി വരും, കൂടുതൽ സെർവ് ചെയ്യേണ്ടി വരും. കർത്താവെ, ഞങ്ങൾ ഈ ഒരാഴ്ചയിൽ ഒത്തിരി കാര്യങ്ങൾ അങ്ങിൽ നിന്ന് പഠിച്ചല്ലോ. കർത്താവ് ഈ വചനങ്ങളെല്ലാവരും അകത്തിരിക്കട്ടെ, എല്ലാവരുടെയും അതിരുകൾ വിശാലമാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കൈനീട്ടാമോ? കർത്താവ്, ഈ സമയത്ത് രോഗികൾക്കായി പ്രാർത്ഥിക്കുന്ന യേശുവിൻ്റെ നാമത്തിൽ വലിയ സൗഖ്യങ്ങൾ ഉണ്ടാകട്ടെ. ബ്രെയിൻ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇപ്പോൾ സൗഖ്യമാകട്ടെ. അത് ശരിയാവില്ല, അതായത് ബ്രെയിൻ റിലേറ്റഡ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ ഒരിക്കലും ശരിയാവില്ലെന്നാണ് പറയുന്നതെങ്കിലും കർത്താവ് അത് ശരിയാക്കി തരും. എന്നാൽ കഴിയാത്ത വല്ല കാര്യമുണ്ട്, അതല്ലേ കർത്താവ് ചോദിക്കുന്നത്. യേശുവിൻ നാമത്തിൽ അത് സംഭവിക്കട്ടെ. ജോയിൻറ്റുകളിലുള്ള എല്ലാ നീരും യേശുവിൻ്റെ നാമത്തിൽ വറ്റിപ്പോകട്ടെ. ഈ കിഡ്നി സ്റ്റോൺസ്, മൂത്രത്തിൽ കല്ലെന്ന് പറയുന്ന രോഗം, യേശുവിൻ്റെ നാമത്തിൽ അങ്ങനെ അകത്തുള്ള ആ സ്റ്റോണുകൾ വെളിയിലേക്ക് പോട്ടെ, യേശുവിൻ്റെ നാമത്തിൽ പോട്ടെ. വിടുതലുണ്ടാകട്ടെ യേശുവിൻ്റെ നാമത്തിൽ. അതുപോലെ തന്നെ ഗോൾ ബ്ലാഡർ സ്റ്റോൺ മാറിപ്പോകട്ടെ. പൈൽസ് രോഗം സൗഖ്യമാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നട്ടെല്ല് സൗഖ്യമാകട്ടെ. മക്കളില്ലാത്തവർക്കായി പ്രാർത്ഥിക്കുന്നു. അതുപോലെ ദുശീലങ്ങൾ മാറിപ്പോട്ടെ.
എന്ന് പ്രാർത്ഥിക്കുന്നു. ക്യാൻസർ ബാധിച്ച ശരീരങ്ങൾ ഇപ്പോൾ സൗഖ്യമാകട്ടെ. കർത്താവേ, നീ പ്രാർത്ഥന കേട്ട് ഓരോരുത്തരുടെയും പ്രാർത്ഥനാ വിഷയങ്ങൾക്ക് മറുപടി നൽകണമേ, യേശുവിൻ നാമത്തിൽ. ആമേൻ. താങ്ക് യു സോ മച്ച്. ഈ ആഴ്ചയിലെ പോഡ്കാസ്റ്റുകൾ കണ്ടതിന് നന്ദി. ഏതെങ്കിലും ദിവസത്തേത് മിസ്സായെങ്കിൽ ആർക്കൈവ്സിൽ യൂട്യൂബിലോ ഫേസ്ബുക്കിലോ അല്ലെങ്കിൽ നമ്മുടെ ഓഡിയോ പ്ലാറ്റ്ഫോമുകൾ സ്പോട്ടിഫൈയിലൊക്കെ പോയിട്ട് അത് കേൾക്കുക, കാണുക. കർത്താവ് ഒത്തിരി അനുഗ്രഹിക്കട്ടെ. നാളെ സൺഡേ നമ്മുടെ എല്ലാ ചർച്ചുകളിലും വർഷിപ്പുണ്ട്, വരണം. തിങ്കളാഴ്ച രാവിലെ മോർണിംഗ് ഗ്ലോറിയിൽ നമുക്ക് വീണ്ടും കാണാം. ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ.